നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 2025-26 സീസൺ പകുതിയായല്ലോ. പ്രീമിയർ ലീഗിൽ ഇത്തവണ ഏറ്റവും മികച്ച താരം ആരാണ്, പ്ലെയർ ഓഫ് ദി സീസൺ, അതിൻ്റെ ഒരു പവർ റാങ്കിങ് നമ്മൾ പരിശോധിക്കുകയാണ്. ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ചിട്ട് goal.com നൽകുന്ന 10 താരങ്ങളുടെ പവർ റാങ്കിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് ഈ സീസണിൽ നമുക്കറിയാമല്ലോ, ആഴ്സണൽ 1-ാം സ്ഥാനത്ത് വിരാജിക്കുന്നു. പക്ഷേ അതത്ര സേഫല്ല. ഇപ്പോൾ തൊട്ടുപുറകിലേക്ക് ഉയർന്ന് വന്നിട്ടുണ്ട് സിറ്റി. ഒപ്പം തന്നെ ആസ്റ്റൺ വില്ലയുടെ പോരാട്ട വീര്യമുണ്ട്. മറ്റുള്ളവരും തക്കം പാർത്തിരിക്കുകയാണ്. അപ്പോൾ എന്തും സംഭവിക്കാമെന്ന രൂപത്തിലാണ് പ്രീമിയർ ലീഗ് പതിവ് പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രീമിയർ ലീഗിലെ പ്ലെയർ ഓഫ് ദി ഇയർ അതിൻ്റെ ഒരു പവർ റാങ്കിങ്ങിലേക്ക് പോയാൽ 10-ാം സ്ഥാനത്ത് ഹ്യൂഗോ എക്കിറ്റിക്കയാണ്. ശരിയാണ്, ലിവർപൂളിന് ഇതത്ര മികച്ച സീസണല്ല, മിസറബിളാണ്. പക്ഷേ അതിന് ഹ്യൂഗോ എക്കിറ്റിക്കയെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം ലിവർപൂളിലേക്ക് എത്തിയതിന് ശേഷം മികച്ച പ്രകടനമാണ്. ഒരു പക്ഷേ ലിവർപൂളിൻ്റെ ഈ സീസണിലെ ബ്രൈറ്റർ സ്പോട്ട് എന്ന് പറയാവുന്ന ഒരു കാര്യം ഹ്യൂഗോ എക്കിറ്റിക്കയുടെ ഫോം തന്നെയാണ്. അദ്ദേഹം ആൻഫീൽഡിലേക്ക് വന്നിട്ട് നമ്പർ 9 റോളിൽ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. 125 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിന് അലക്സാണ്ടർ ഐസക്ക് എത്തി. പക്ഷേ അതിനു മുമ്പ് ഹ്യൂഗോ എക്കിറ്റിക്ക അങ്ങോട്ടേക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പെർഫോമൻസ് അവിടെ നടത്തുന്നുണ്ട്. സോ 10-ാം സ്ഥാനത്ത് ഹ്യൂഗോ എക്കിറ്റിക്ക വരുമ്പോൾ ഫിൽ ഫോഡൻ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം ഫിൽ ഫോഡൻ, അദ്ദേഹം 2023-24 സീസണിലെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് സ്വന്തമാക്കിയ ആളാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, സീസണിൽ അത്ര മികച്ചൊരു തുടക്കമായിരുന്നു അദ്ദേഹത്തിന് എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ നല്ല രൂപത്തിലുള്ളൊരു തിരിച്ചുവരവ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. സമീപകാലത്തെ സിറ്റിയുടെ മത്സരങ്ങൾ എടുത്ത് നോക്കുക, ഫിൽ ഫോഡൻ നല്ല രൂപത്തിൽ തിരികെ എത്തിയിട്ടുണ്ട്. 9-ാം സ്ഥാനത്ത് മോർഗൻ റോജേഴ്സാണ്. ആസ്റ്റൺ വില്ലയുടെ കുതിപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു റോള് വളരെ വലുതാണ്. നോക്കുക, ഇപ്പോൾ ആസ്റ്റൺ വില്ല എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ സീസണിൽ മുന്നോട്ട് പോകുന്നു. അതിൽ ഏതായാലും ഉനായ് എംറി എന്ന തന്ത്രജ്ഞൻ്റെ മികവ് വലുതാണ്. പക്ഷേ റോജേഴ്സ് അവർക്ക് വേണ്ടി കളിക്കളത്തിൽ മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദെൻ 7-ാം സ്ഥാനത്ത് മോയിസസ് കൈസേഡോ, ചെൽസിയുടെ താരം മോയിസസ് കൈസേഡോയാണ് 7-ാം സ്ഥാനത്തുള്ളതെങ്കിൽ ഇപ്പോൾ 6-ാം സ്ഥാനത്ത് ഗബ്രിയൽ മെഗല്ലസ് ആണ്. ആഴ്സണലിൻ്റെ ബ്രസീലിയൻ സെൻറ്റർ ബാക്കായിട്ടുള്ള ഗബ്രിയൽ മെഗല്ലസ് മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ദെൻ അടുത്തത് ഗ്രാനിറ്റ് സാക്കയാണ്. സണ്ടർലൻഡിന് വേണ്ടി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മികവ് നമ്മൾ കാണുന്നുണ്ട്. ആ സമയം 4-ാം സ്ഥാനത്ത് ആൻഡോയിൻ സെബന്യോ, ബേൺമൗത്തിൻ്റെ താരം. ഒരുപക്ഷെ സിറ്റിയിലേക്ക് അദ്ദേഹം ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ചേക്കേറിയേക്കാം. അദ്ദേഹത്തിൻ്റെ മികവൊക്കെ കണ്ടിട്ട് തന്നെയാണ് സിറ്റി അദ്ദേഹത്തെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. 3-ാം സ്ഥാനത്ത് ബ്രൂണോ ഫെർണാണ്ടസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇപ്പോൾ 5-ാം സ്ഥാനത്തേക്കൊക്കെ ഉയർന്നിട്ടുണ്ട്. ഏതായാലും സീസണിലുടനീളം ബ്രൂണോയുടെ ഒരു സഹായം യുണൈറ്റഡിനുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോലെ തന്നെ. സോ അദ്ദേഹം 3-ാമത് വരുമ്പോൾ ഡെക്ലാൻ റൈസ് ആണ് ആഴ്സണലിലെ താരം 2-ാം സ്ഥാനത്ത്. എന്തൊരു കളിയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 2-ാം സ്ഥാനത്ത് വരുമ്പോൾ 1-ാം സ്ഥാനത്ത് എർലിംഗ് ഹാലൻഡാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ ഗോൾഡ് മെഷീൻ. അദ്ദേഹത്തിൻ്റെ പണി വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ പ്ലെയർ ഓഫ് ദി സീസൺ, പ്രീമിയർ ലീഗിലെ പ്ലെയർ ഓഫ് ദി സീസൺ പവർ റാങ്കിങ് ആയിട്ട് goal.com അവതരിപ്പിക്കുന്നത്. വളരെ പെട്ടെന്ന് നമ്മൾ നോക്കിയാൽ 1-ാം സ്ഥാനത്ത് വരുന്നത് എർലിംഗ് ഹാലൻഡ്, 2 ഡെക്ലാൻ റൈസ്, 3 ബ്രൂണോ ഫെർണാണ്ടസ്, 4 ആൻഡോയിൻ സെബന്യോ, 5 ഗ്രാനിറ്റ് സാക്ക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.